ഹായ് ഹലോ നമസ്കാരം. ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, അതിനുശേഷം ഒരു സിനിമാ താരവും. എങ്കിൽ ഇന്ന് രാഷ്ട്രീയ നേതാവുമല്ല സിനിമാ താരവുമല്ല വരാൻ പോകുന്നത്. ഇന്ന് വരാൻ പോണ രണ്ട് വ്യക്തികളെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്ന സംഭവമാണ് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു. അതെ, ഈ കഥയിലെ ഏക ദൃക്സാക്ഷി അയ്യപ്പന്റെ അമ്മ ഇന്ന് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം അയ്യപ്പന്റെ അമ്മ. പ്ലീസ് വെൽക്കം അയ്യപ്പന്റെ അമ്മ. അയ്യപ്പന്റെ അമ്മ 1968 കോട്ടയം ജില്ലയിലെ കണ്ണൂരിൽ ജനിച്ച കൊല്ലം സ്വദേശി, ഇപ്പോൾ താമസം തിരുവനന്തപുരത്ത്. ഒരു ലോജിക്കുമില്ലാത്ത അയ്യപ്പന്റെ അമ്മയെ ഈ പ്രൗഢോജ്വലമായ ചർച്ചാവേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കയ്യടികൾ സ്വാഗതം ചെയ്യുന്നു അയ്യപ്പന്റെ അമ്മ. പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ്. ഹായ് കൊച്ചി, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇനി ഒരു 2 മണിക്കൂർ നേരം അടിച്ചു കളിക്കാം. നിങ്ങൾ റെഡിയല്ലേ? കിളവി, നിങ്ങള് മെഗാ ഷോ കളിക്കാൻ വേണ്ടി വന്നതല്ല, മര്യാദക്ക് അവിടെ കയറി നില്ല്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു. നീ ഇത് തന്നെയല്ലേ കുറെ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്? സോറി, അടുത്ത ഞാൻ വിളിക്കാൻ പോകുന്നത് ഈ കഥയിൽ പേരുദോഷം കേട്ട ആ കാക്കയാണ്. പ്ലീസ് വെൽക്കം കാക്ക. കാക്ക ഏതോ തെങ്ങിന്റെ മുകളിൽ ജനിച്ച് വാനോളം പറന്ന ഇന്ത്യയിലെ ആദ്യത്തെ വേതനമില്ലാത്ത ശുചീകരണ തൊഴിലാളി. കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ കരവലയത്തിലാക്കുന്ന നെയ്യപ്പ കുതിയൻ കാക്കയെ ഈ പ്രൗഢോജ്വലമാർന്ന ചർച്ചാവേദിയിലേക്ക് സുസ്വാഗതം. പ്ലീസ് വെൽക്കം കാക്ക ഓൺ ദ സ്റ്റേജ്. സുരേഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു ഞാൻ കാക്കയാണ്. അയ്യോ, നിങ്ങളെ കുറിച്ച് പറയാൻ വന്നത്. അതെ, ഞാൻ വിചാരിച്ചെന്തറിയോ, നീ എന്നെ വെറും മൈനയാക്കി. എന്തൊരു കാക്കയെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിട്ട് വെറും മൈനയാക്കോ? കാക്ക കീക്കി. ഇത് അംഗൻവാടിയല്ല, നിങ്ങളെ പേരാണ് ചോദിച്ചത്. കാക്ക രവി. കാക്ക രവി എന്നല്ലേ? അത് സിനിമാ നടൻ, ഞാൻ കാക്ക രവി. എന്താണ് നടന്നത്? എന്താണ്? അയ്യോ, നടന്നതല്ല, പറന്നതാ. ഞാൻ നെയ്യപ്പൻ ചുട്ടോണ്ടിരുന്നപ്പോ ഈ കാക്ക പറന്നു വന്നാണ് എടുത്തുകൊണ്ട് പോയത്. അയ്യോ, അതല്ല സത്യം. സംഭവം എന്ന് പറയാ, ഹേ സ്ത്രീ, നിങ്ങളൊന്ന് കേൾക്കണം. അതായത് ആ ദിവസം എന്ന് പറഞ്ഞുണ്ടല്ലോ, അന്ന് എന്റെ ഭാര്യയുടെ വയറ് കാണൽ ചടങ്ങായിരുന്നു. നിങ്ങൾക്ക് വയറ് കാണൽ ചടങ്ങൊക്കെ ഉണ്ടോ? കാക്കയ്ക്ക് വയറുണ്ടോ? വയറല്ല, കാക്കയ്ക്ക് ഞാൻ കാണിച്ചു തരാം. അല്ല, ബാക്കി പറയൂ. അന്ന് ഈ വയറ് കാണൽ ചടങ്ങായിരുന്നു. അതിന് ഒരു 6ഓളം പലഹാരം കിട്ടി. ഒരു നെയ്യപ്പത്തിന്റെ കുറവുണ്ടായിരുന്നു, 7 വേണം. അങ്ങനെ നെയ്യപ്പം കുത്തിക്കൊണ്ട് പോയ പോക്കാ ഞാൻ. കാക്കയെ നിങ്ങൾ കുത്തിക്കൊണ്ടുപോയി. ഇതെന്തിനാണ് കടലിൽ കൊണ്ടിട്ടത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കടലിൽ കൊണ്ടിട്ട് ആ മുക്കാ പിള്ളേരെ ഒന്ന് മുക്കിയെടുത്ത്, അതിന് കുഴപ്പമില്ല, അവരൊരു കേസും ഇല്ല. ബാക്കിയുള്ള പിള്ളേരെ ഒന്ന് തട്ടിയെടുത്ത്, അതിന് അവർക്ക് കേസില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തുവാ ഞങ്ങൾക്കുള്ള ചിലർ പറയാൻ? ഞങ്ങളെ മാത്രം വിളിച്ചെടുത്ത് എന്തുവാ ഈ കാണിക്കുന്നത്? എന്താണ് അമ്മൂമ്മ ഈ പാവപ്പെട്ട കാക്കയുടെ പേര് മാത്രം കേസെടുത്ത് എന്താണ്? ഞാൻ എന്റെ അയ്യപ്പന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ നെയ്യപ്പമാണ് ഈ കാക്ക കൊത്തിക്കൊണ്ട് പോയത്. ഹലോ ശ്രീ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഫുഡ് പോയിസൺ അടിച്ച് നിങ്ങൾ ആശുപത്രി കിടന്നാണ് നിങ്ങൾ മോനും കൂടെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ കാക്ക കാരണം എനിക്ക് എന്റെ പേര് പോലും നഷ്ടപ്പെട്ടിരിക്കുക, അറിയാവോ? പേര് വരെ കുത്തിക്കൊണ്ട് പോയടാ മഹാഭാവി. അയ്യോ, അതല്ല. ആധാർ കാർഡില് അയ്യപ്പന്റെ അമ്മ, റേഷൻ കാർഡില് അയ്യപ്പന്റെ അമ്മ. ഒരു അമ്പലത്തിൽ പോയി നേരാണ്, അവിടെ അയ്യപ്പന്റെ അമ്മ, നാള് നെയ്യപ്പം. അടിപൊളി നെയ്യപ്പ, സൂപ്പർ നാള്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ്, നിങ്ങളുടെ ഈ പാട്ട് ഇപ്പോഴും ന്യൂജൻ പിള്ളേർക്കിടയിൽ വൈറലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂജൻ പിള്ളേർ എന്ത് ഞങ്ങൾ ചെയ്തുള്ള സംഭവം തന്നെ അവർ ഹിറ്റ് ആക്കിയിട്ടുള്ളത്? എന്ത് സംഭവം? അവർ ഈ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ പേര്? ലിവിംഗ് ടുഗദർ. ഞങ്ങൾ പക്ഷികളും മൃഗങ്ങളും ഒന്നും ഉണ്ടല്ലോ, കല്യാണം കഴിക്കുന്നില്ല, താലി കെട്ടുന്നില്ല, പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു. അത് തന്നെ ഈ ലിവിംഗ്. നിങ്ങൾ കേൾക്കണം, ഈ പക്ഷികളാണ് ലിവിംഗ് ടുഗദർ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. ആ കാക്കനെ പറഞ്ഞു വിട്ടേ, പറഞ്ഞു വിടാം. അങ്ങനെ മാത്രം പറഞ്ഞത്, എന്നെ വെറും കാക്കയെന്ന് വിളിക്കുക. കള്ളക്ക മോശം അത് കേട്ടോ. ഞാനൊന്നുമില്ലെങ്കിലേ ഒരു സിനിമാ നടനാ, അത് മനസ്സിലാക്കണം നിങ്ങൾ. സിനിമ നടനോ? അതെ, സിനിമയില് വേറെ സെലിബ്രിറ്റിയാണ്, ഇൻ ഹരിഹർ നഗറിൽ. അതിലാ? അത് മറ്റേ അത് ഹിറ്റ് ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ജഗദീഷ് സാറിന്റെ തോളിൽ ഞാൻ ആ കണ്ടന്റ് ഇടുന്നത്. കാക്ക അത് കണ്ടന്റ് അല്ല, അതിന്റെ പേരാണ് കാട്ടം.
നിങ്ങൾ പറയുമ്പോ കാട്ടം, ഞങ്ങൾ സെലിബ്രിറ്റികൾ സിനിമാക്കാർ പറയുമ്പോ കണ്ടന്റ്. അല്ല, ഞാൻ എത്ര പ്രാവശ്യം സിനിമ കണ്ടിരിക്കുന്നു, കാക്കയെ ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അതെ, ആ സംവിധാനം നിർബന്ധിച്ച് പറഞ്ഞ ഒരു ക്ലോസ് വെക്കാന്ന് പറഞ്ഞതാ. ക്ലോസ് വെക്കാൻ പാടില്ലായിരുന്നോ? പിന്നെ അപ്പിടുന്ന സീനാ ക്ലോസ് വെക്കാൻ. അല്ല, എനിക്ക് അങ്ങനെ ശരീരം വിറ്റ് ജീവിക്കേണ്ട കേസൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ എച്ചിൽ നക്കി തന്നാൽ അന്തസ്സോടെ ഞാൻ ജീവിക്കുന്നത്. അല്ല കാക്ക ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ രസകരമായ എന്തെങ്കിലും അനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? സംഭവം വേറൊന്നുമല്ല, ഒരു പുതുമുഖം ആണെന്നുള്ളൊരു ഫീൽ അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും നല്ല enjoy, നല്ല സംഭവം. ജഗദീഷ് സാറും സിദ്ദീഖ് സാറും നല്ല എന്ത് ഹാപ്പി ആയിരുന്നു അവരൊക്കെ. പിന്നെ ആ സീനില്ലേ, അതിലൊരു 12ഓളം ടേക്ക് പോയി. 12 ടേക്കോ? ആ രംഗത്ത് 12 ടേക്ക് പോയി. ടേക്ക് കൊള്ളാം, 12ാമത്തെ ടേക്കിൽ ഓക്കെ ചെയ്ത് കാര്യമായി. അല്ലെങ്കിൽ മുക്കി എന്റെ ഊപ്പാട് വന്നു. അല്ല, പിന്നീട് വേറെ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. ഇല്ല, പിന്നെ ഒരു മാനസികമായിട്ട് എനിക്ക് ഫീൽ ആയി പോയി. ഈ പ്രിയദർശൻ സാറും ഞാൻ തമ്മിൽ ചെറിയൊരു ഉടക്ക്. അതെന്ത് പറ്റി? ഉടക്കുന്നില്ല, എന്റെ വ്യക്തി ജീവിതം. അത് സാറ് തേന്മാവും കൊമ്പത്ത് സിനിമയില് അത് പാട്ടാക്കിയിട്ട്. അതേത് പാട്ട്? അത് ഞാൻ പറയാം, ഞാനും ഈ കള്ളിപ്പൂങ്കുലിട്ട് നല്ല വള്ളിക്കുടിലിന്റെ ഉള്ളിലുള്ള കള്ളിപ്പൂങ്കുയില് നല്ല സ്നേഹമായിരുന്നു. ധന്യമായ നിമിഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ചിന്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കണ്ടോ കണ്ടോ കാക്കക്കുയിലേ, പട്ടുടുത്ത പാവക്കുഞ്ഞ്, കാറ്റുമൂടും ചൂളം കേട്ടാൽ. അങ്ങനെ ഈ സാറ് അതിന്റെ ഫ്രണ്ടില് കള്ളി എന്ന് ചേർത്തൊന്ന് പ്രിയദർശൻ സാറ് തേന്മാവിൻ കൊമ്പത്തിൽ പാട്ടാക്കി. അതേത് പാട്ടാണ്? അത് കള്ളിപ്പൂങ്കുയിലെ ആ ഒരു പാട്ടില്ലേ, അതിന് 3ാമത്തെ വരിയേതാ? പ്രേക്ഷകരെ, കാവലിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ട് അന്നിരുന്നാൾ. കാവലിക്കാക്ക എന്റെ ഭാര്യയുടെ പേര്. എന്തിനാണ് നമ്മളെ സ്വകാര്യ ജീവിതത്തിൽ അവർ കളിക്കുന്നത്? അതിന്റെ കാര്യം എന്ത്? അങ്ങനെ എന്റെ ഭാര്യ മടങ്ങിപ്പോയി. സത്യം പറയാൻ മലയാള സിനിമയിൽ എനിക്ക് ബന്ധമില്ല, ഞാൻ അഭിനയിക്കത്തില്ല. പിന്നെ കുഴപ്പമില്ല, ഇനി മെമ്പർഷിപ്പ് ഒന്ന് എടുക്കണം. കാരണം നമ്മളെ പ്രസിഡന്റ് നമ്മളാളല്ലേ. ഓ